وما لإرادتي وجه إذا ما أراد الله لي ما لا أريد. قال محمد سيدنا ومولانا محمد. ആദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ജ്യേഷ്ഠാനുമാരായ സഹോദരന്മാരെ, റമദാൻ മാസമായാൽ അതിൻ്റെ വെള്ളിയാഴ്ചകളിൽ പള്ളികളിൽ നിന്ന് ഒരു ഊഴി നടത്തുക എന്നുള്ളത് എല്ലാ സ്ഥലത്തും പതിവുള്ള ഒരു കാര്യമാണ്. അതനുസരിച്ച് ഒരല്പനേരം ദീനിൻ്റെ കാര്യം പറയാനും അത് മനസ്സിലാക്കുവാനും ഈ സമയം നാം വിനിയോഗിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് ആഗതമായ പല നിരക്കും ആ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നാം ഒരുങ്ങിക്കഴിഞ്ഞു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിന് വേണ്ടി സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ചുറ്റുപാടുകളെയും മാറ്റി നിർത്തിക്കൊണ്ട് റബ്ബിന് വേണ്ടി സമയം ചെലവഴിക്കാൻ നാം ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ റമദാനിന്റെ 1 മുതൽ അതിൻ്റെ അവസാനയാമം വരെ അതിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ സമയത്തിലും എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് പഠിച്ച് മനസ്സിലാക്കി ആ സമയം വേണ്ടാത്ത രൂപത്തിൽ ചെലവഴിക്കാൻ അതിൻ്റെ എല്ലാ ഫവായിലുകളും കരസ്ഥമാക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ആത്മസംസ്കരണത്തിന്റെ മാസമാണ് വിശുദ്ധ റമദാൻ. 11 മാസം നാം ചെയ്തു കൂട്ടിയ പാപങ്ങളും വൈകേടുകളും പിഴവുകളുമൊക്കെ പരിഹരിക്കുവാൻ, പൊറുപ്പിക്കുവാൻ, അല്ലാഹുവിനോട് ചോദിക്കുവാൻ പറ്റിയ മാസം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മേൽ അല്ലാഹു തആല നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ മേലിൽ അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കിയതുപോലെ മുൻഗാമികളായ സമൂഹത്തിന്റെ മേലിൽ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ പേരിലും അല്ലാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. വജീഹ് ശബനിക്ക് മാറ്റങ്ങളുണ്ട്. നോമ്പ് അവർക്കുമുണ്ട്, നമുക്കുമുണ്ട്. അതിന്റെ കൈഫിയത്തിൽ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ഈ നോമ്പ് നിർബന്ധമാക്കിയത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. നിങ്ങൾക്ക് തഖ്വയുണ്ടാവണമെങ്കിൽ അതിനുള്ള ഒരു മാധ്യമമായിട്ടാണ് അല്ലാഹു തആല നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. മഹാനായ ഇമാം ബൈളാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ നോമ്പ് ഈമാന് തേടുന്ന ഒരു സംഗതിയായതുകൊണ്ട് ഫഇന്ന ഫീഹി ഖത്ലുൻ നഫ്സ് ഫഇന്ന ഫീഹാ ഖത്ലുൻ നഫ്സ് വ ഇഹ്യാഉ റൂഹ്. ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ മനുഷ്യനിക്ക് ശരീരത്തിനെ പീഡിപ്പിക്കുക എന്നുള്ള ഒരു സംഗതിയുണ്ട്. ഇലാ അന്ന മിനൽ ബിർരി അല്ലദീ യഖ്തദീ ഫിൽ ഈമാൻ വസ്സിയാം. ഈമാൻ തേടുന്ന ഗുണത്തിൽപ്പെട്ടതാണ് നോമ്പ് എന്നുള്ളത്. അല്ലതീ ഫീഹാ ഖത്ലുൻ നഫ്സി, അതിൽ ശരീരത്തിനെ കൊല്ലുക, ശരീരത്തിനെ പീഡിപ്പിക്കുക എന്ന ഒരു സംഗതി അതിൽ പ്രത്യേകം ഉണ്ട്. ഇഹ്യാഉ റൂഹി, ആത്മാവിനെ സംസ്കരിക്കുക എന്നുള്ള ഒരു സംഗതിയും നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്ന് മഹാനായ ഇമാം ബൈളാവി തങ്ങൾ തന്റെ തഫ്സീർ പറയുന്നു. ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനെ ഭാഷാർത്ഥത്തിൽ തന്നെ ശരീരം ആഗ്രഹിക്കുന്ന, ശരീരം ഇച്ഛിക്കുന്ന കാര്യത്തിനെ തൊട്ട് ശരീരത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ശരീരം പല വേണ്ടാത്തരത്തിലേക്കും വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വേണ്ടാത്തരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ ശരീരത്തിനെ ഒതുക്കി നിർത്തുക, അവിവേകത്തിനെ വിവേകം കൊണ്ട്
മറികടക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഷായിലാവട്ടെ അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്തി അല്ലെങ്കിൽ അനിൽ മുഫ്തിറാത്തി ഫഇന്നഹാ മുഅ്ദമു തസ്തവീഹിൽ അൻഫുസ്. ശരീരത്തിലെ മുഫ്തിറാത്തുകളെ തൊട്ടത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളെ തൊട്ടൊക്കെ വിലങ്ങി നിന്നാൽ നോമ്പ് പൂർത്തിയായി. അതായത് സുബഹിന്റെ മുമ്പ് സുബഹി ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ തുടങ്ങി വെക്കുന്ന ഒരു നോമ്പ്, ഭക്ഷണ പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് കടക്കാതെ നാം ശ്രദ്ധിക്കുന്ന ആ നോമ്പ്, മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതോടുകൂടെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടെ അത് അവസാനിക്കും. ആ സമയം വരെ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നിന്നാൽ നോമ്പ് പൂർത്തിയാകും. എന്നാൽ അതുകൊണ്ട് മാത്രം ആ നോമ്പിന്റെ പൂർണ്ണത കരസ്ഥമാക്കാൻ നമുക്ക് കഴിയില്ല. ഒരുപാട് സംഗതികൾ ഈ നോമ്പിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗീബത്ത് പറയല്, നമീമത്ത് പറയല്, മറ്റുള്ള ഹറാമായ കാര്യങ്ങൾ ചെയ്യല്, കണ്ണുകൊണ്ടുള്ള ഹറാമ് ചെയ്യല്, ഇത്തരം ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സൂക്ഷിച്ചാൽ മാത്രമേ നോമ്പിന്റെ പൂർണ്ണമായ അതിന്റെ പരിപൂർണമായ പ്രതിഫലം കരസ്ഥമാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ ഇച്ഛക്കനുസരിച്ചുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെ തൊട്ട് മുഴുവനും വിലങ്ങി നിൽക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സമ്പ്രദായമാണ് ശരീരത്തിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത്. ഈ ശരീരത്തിനെ പിടിച്ചു കിട്ടുന്ന സംഗതി ഭക്ഷണ പദാർത്ഥങ്ങളെ ഒഴിവാക്കിയതിലൂടെ കരസ്ഥമാകുന്നുണ്ടെങ്കിലും അത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരീരത്തിന് ഒരുക്കി നിൽക്കുന്ന ഒരു കാര്യം, ഒരു സംഗതി, അതിലൂടെ നമ്മുടെ ആത്മാവിനെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതിൽ നോമ്പ് തുറക്കുമ്പോഴും നോമ്പ് തുടങ്ങുമ്പോഴും നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ നാം ആഡംബരങ്ങളും അമിതമാക്കലും ഒക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ തന്നെ അല്ലാഹു തആല പറഞ്ഞ ഒരു ആയത്ത് കാണാം, കുലു വശ്റബു വലാ തുസ്രിഫു. ആകെ തിന്നുന്നതിനെ കുറിച്ച് പറഞ്ഞ ഒരു സംഗതി അതാണ്, കുലു വശ്റബു, നിങ്ങൾ തിന്നോളി കുടിച്ചോളി, വലാ തുസ്രിഫു, അമിതമാക്കരുത്. ഈ ഭക്ഷണത്തിന്റെ ഉപയോഗത്തിൽ നമുക്ക് ആരോഗ്യത്തിന് ഇപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ശരീരത്തിന് ഒരുപാട് ഉപകാരമുള്ള ഒരു രീതിയാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മുടെ ഭക്ഷണം കുറക്കുക എന്നുള്ളത്. ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ തന്നെ നോമ്പില് വളരെ കുറച്ചുകൊണ്ട്, നോമ്പ് തുറക്കാൻ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് തുറന്ന് അത്താഴത്തിന് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് നോമ്പ് തുടങ്ങി ശരീരത്തിനെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്ന നോമ്പിലേക്കാണ് അതിന്റെ യഥാർത്ഥ പവർ ലഭിക്കുകയുള്ളൂ എന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എത്രയും അല്ലാഹുവിന്റെ മുമ്പില്, ഉടമയായ റബ്ബിന്റെ മുമ്പില് അടിമയായ മനുഷ്യന് തന്റെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണം, അതിനെ ഒതുക്കിക്കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടി? ആത്മാവിനെ വളർത്തിയെടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾ വിവാഹം കഴിക്കണം. അത് നിങ്ങൾക്ക് വളരെ ശക്തിയേറിയ സുന്നത്തുള്ള ഒരു സംഗതിയാണ്. എന്ന എന്റെ ചിലപ്പോൾ നിർബന്ധം തന്നെയായി എന്ന് വരും. നിശ്ചയമായിട്ടും വിവാഹം കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ കണ്ണുകളെ വേണ്ടാത്ത നോട്ടങ്ങളെ തൊട്ട് കാക്കുന്നതും, നിങ്ങളുടെ സ്വകാര്യ ഭാഗങ്ങളെ കഷ്ടതരമായ പ്രവർത്തനങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കുന്നതുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് വീണ്ടും പറയുന്നു, ആരെങ്കിലും വിവാഹം കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അവർക്കതിന് കഴിവാവുന്നില്ലെങ്കിൽ, ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ അതിന് പറ്റുന്നില്ലെങ്കിൽ അവൻ നോമ്പ് നിർബന്ധമാക്കിക്കൊള്ളട്ടെ, എപ്പോഴും നോമ്പ് പിടിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിനെ അവൻ നിയന്ത്രിച്ചുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നു, നിശ്ചയമായിട്ടും ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അവനിക്കുള്ള ഒരു വലിയ പരിചയാകുന്നു, ഒരു വലിയ തടസ്സമാകുന്നു വേണ്ടാത്ത പ്രവർത്തനത്തിനെ തൊട്ട്. ഇങ്ങനെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് ശരീരത്തിനെ ഒതുക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി. നമുക്കറിയാം, നമ്മുടെ ശരീരം എപ്പോഴും നമ്മെ വേണ്ടാത്ത തരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാത്ത പ്രവർത്തനത്തിലേക്ക് ശരീരം എപ്പോഴും നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ശരീരത്തിലേക്ക് ഇച്ഛക്ക് വഴിപ്പെട്ട മനുഷ്യൻ ഹവ, ഈ ഹവക്ക് വഴിപ്പെട്ട മനുഷ്യന് അവനിക്ക് റബ്ബിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കന്നെ, അല്ലെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ നിൽക്കന്നെ പേടിച്ച മനുഷ്യനുണ്ടല്ലോ. അവന്റെ ശരീര ഇച്ഛനെ, അവനെ തൊട്ട് ഇച്ഛക്കെ തൊട്ട് അവന്റെ ശരീരത്തിനെ വിലങ്ങുകയും ചെയ്ത മനുഷ്യന് അവനിക്ക് സ്വർഗമുണ്ട്.
അവർക്ക് സ്വർഗമുണ്ട്. നിശ്ചയമായിട്ടും സ്വർഗമാണ് അവന്റെ അഭയകേന്ദ്രമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ മെയിനായിട്ട് നാം കാണേണ്ട ഒരു സംഗതി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും പിടിച്ചു കിട്ടുകയാണ് വേണ്ടത്. ഇബാദത്തിന്റെ കാര്യത്തിലും മറ്റുള്ള എല്ലാ വിഷയങ്ങളും നമ്മുടെ ശരീരത്തിന് എത്രത്തോളം അല്ലാഹുവിലേക്ക് വഴിപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ വഴിപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ ഒരു ഗുണമാണ് നമ്മുടെ വിവേകത്തിനെ അവിവേകത്തിലേക്ക് മറികടത്തി കൊണ്ടുവരിക എന്നുള്ളത്. ആ ഒരു സംഗതിയിലേക്കാണ് നാം കൊണ്ടുവരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ സയ്യിദ് മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, യുസന്നു ദഹാബു ഇലൽ മുസല്ല മാശിയൻ, യുസന്നു ദഹാബു ഇലൽ മുസല്ല മാശിയൻ. വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലേക്ക് പോകല് നടന്നു പോകണം. അതെങ്ങനെ തന്നെ ദീർഘമേറിയ വഴിയിലൂടെ നടന്നു പോകണമെന്ന് മഹാനായ ഉലമാക്കള് ഫുഖഹാഇന്റെ പണ്ഡിതന്മാര് ഫുഖഹാകൾ നമ്മെ ഓതിക്കൊടുത്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നടന്നു പോവുക എന്നുള്ളത് റബ്ബിന്റെ മുമ്പിൽ ഞാൻ ചെറിയ അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ നടന്നുകൊണ്ടുപോയി, അതും ദീർഘമേറിയ വഴിയിലൂടെ പോയി തിരിച്ചു വരുമ്പോൾ ദീർഘം കുറഞ്ഞ വഴിയിലൂടെ തിരിച്ചു വന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിനെ റബ്ബിന്റെ മുമ്പിൽ വഴിപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ള ഈ ഒരു സംഗതിക്ക് വലിയ പുണ്യമുണ്ട് എന്ന് മഹാന്മാരായ ഉലമാനെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ പള്ളികളിലും മറ്റുമുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് പ്രവർത്തന ബോർഡുകളുണ്ട്. അതിലൊക്കെ നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുകയാണെങ്കിൽ പള്ളി വൃത്തിയാക്കാൻ വേണ്ടി നമുക്ക് രണ്ടാളെ പള്ളി വൃത്തിയാക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. 2 ദിവസമായിട്ട് ഏൽപ്പിക്കുക. ഒരാളെങ്ങനെ പള്ളി വൃത്തിയാക്കിയത്, ഒരു മോട്ടർ എടുത്ത് കൊണ്ടുവന്ന് ഒരു വൈപ്പർ എടുത്ത് കൊണ്ടുവന്ന് അതങ്ങനെ അടിച്ച് എല്ലായിടത്തും വെള്ളം അടിച്ച് അതിന്റെ കെമിക്കലൊക്കെ കൂട്ടി അടിച്ച് വൃത്തിയാക്കി വൈപ്പർ കൊണ്ട് തുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേയാൾ വെള്ളം എങ്ങനെ കഴിയത്, മറ്റേയാൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് മുൻപിട്ട് മുക്കിക്കൊണ്ട് എല്ലാ ഭാഗത്തും കോടി വെച്ച് കയറി തുറച്ച് വൃത്തിയാക്കി മറ്റൊരു കോലത്തിലാണ് വൃത്തിയാക്കിയതെങ്കിൽ ഇത് രണ്ടും 2 കോലമാണ്. ഒന്ന് അവന്റെ ശരീരം കൊണ്ട് തന്നെ റബ്ബിലേക്ക് വഴിപ്പെട്ടു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് എന്നുള്ള നിലക്ക് ആ രണ്ടാമതായിട്ട് പണിയെടുത്ത അവന്റെ പ്രവർത്തനത്തിനാണ് അള്ളാഹുവിന്റെ അടുക്കൽ കൂടുതൽ സ്റ്റാൻഡേർഡ് ഉള്ളത് എന്ന് മഹാന്മാരായ ഉലമാക്കള് അവരുടെ ഹദീസിന്റെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിസ്കരിക്കാൻ വരുമ്പോൾ എന്തെല്ലാം ഭൗതികമായ സൗകര്യങ്ങളുണ്ടോ അതൊക്കെ ഒഴിവായി കിടക്കുന്നു. ഒരു സ്ഥലത്ത് പോയിട്ടാണ് നാം നിസ്കരിക്കുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് പ്രതിഫലം കൂടും. പള്ളിയിൽ വരുമ്പോഴാവട്ടെ, ഇന്നത്തെ പള്ളിയുടെ കോലം പറയട്ടെ, ഇന്നത്തെ പള്ളിയിലാണെങ്കിൽ പഴയ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ ഇതുപോലെ 4 ഭാഗത്തും ജനലുകളും വാതിലുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന പള്ളികള്, ഫാനില്ല, AC ഇല്ല, അതുപോലെ തന്നെ മാറ്റുകളില്ല. അങ്ങനത്തെ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ വലിയ പ്രയാസമുണ്ടാകും, ചൂടെടുക്കും, വലിയ സുഖമൊന്നും ഉണ്ടാവൂല. അങ്ങനത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ AC-യും EC-യും ഒക്കെ ഉള്ള പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതും രണ്ടും 2 കോലത്തിലാണ്. ഒന്നിലേക്ക് അത്ര പ്രതിഫലം ലഭിക്കുകയില്ല. കാരണം എന്താണ്? ഒന്ന് റബ്ബിന്റെ മുമ്പിൽ ഞാൻ തന്റെ അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വിയർപ്പൊലിപ്പിച്ചുകൊണ്ടുള്ള നിസ്കാരം. ആ നിസ്കാരത്തിന് കിട്ടുന്ന കൂലി പള്ളിയിൽ പോയി AC-ന്റെ ചോട്ടിലിരുന്ന് നിസ്കരിക്കുന്നവർക്ക് കിട്ടൂല. നടന്നുപോയി പള്ളിയിലേക്ക് പോകുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം വണ്ടിയിൽ കയറിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവർക്ക് കിട്ടൂല. കാരണം നടന്നുപോലെ സുന്നത്താണ് എന്ന് പറയുമ്പോൾ വണ്ടിയിൽ പോലെ സുന്നത്തന്നെ ഇല്ലല്ലോ, അപ്പൊ അത് കിട്ടൂല. ഇങ്ങനെ ഓരോ വിഷയത്തിലും അള്ളാഹുവിനിക്ക് തന്റെ ശരീരത്തിനെ വഴിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ഏതാണോ, ഒരു ഇബാദത്തിന്റെ കോലം ഏതാണോ, ആ കോലത്തിനാണ് റബ്ബിന്റെ അടുക്കൽ മഖ്ബൂലായിട്ട് വരിക. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ, നമ്മുടെ ഓരോ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതുപോലെ തന്നെ നോമ്പിന്റെ കാര്യത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വളരെ ആഡംബരപ്രിയമായ ഭക്ഷണം കഴിക്കാതെ നിസ്സാര ഭക്ഷണത്തിനോടൊപ്പം നോമ്പനുഷ്ഠിക്കുകയും അതുപോലെ തന്നെ നോമ്പ് തുറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയും, ഇബാദത്ത് എടുക്കാൻ നമുക്ക് കഴിയും. ഭക്ഷണം വയറ് നിറച്ചുകൊണ്ട് ഇബാദത്ത് എടുത്താൽ വയറ് നിറച്ച മനുഷ്യനിക്കുള്ള ആപത്തുകളെ കുറിച്ച് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു, വയറ് നിറച്ച് നടക്കുന്ന മനുഷ്യനിക്ക് ഇബാദത്ത് എടുക്കാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. അവന്റെ തടി കനത്തുകൊണ്ടിരിക്കും, തടി വലിയ തടിമാടനായി വരും, അല്ലെങ്കിൽ ഉള്ള തടി തന്നെ കനം പിടിച്ചിട്ട് ഇബാദത്ത് എടുക്കാൻ മുടക്കു വരും. ഫസ്വത്തുൽ ഖൽബ്, മറ്റൊന്ന് അവന്റെ ഹൃദയം കടുത്തു പോകും. ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞ തിന്നുക കുടിക്കുക അമിതമാക്കരുത് എന്ന ആ ഒരു
പാതയിൽ നിൽക്കുകയാണെങ്കിൽ ഈ പ്രശ്നം വരികയില്ല. ആവശ്യത്തിന് തിന്നുക, അത് കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കുക. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. ആ പാത്തു അതുപോലെ തന്നെ ബുദ്ധിനെ നീക്കിക്കളയും. ഓവർ തിന്ന മനുഷ്യനിക്ക് ബുദ്ധി നീങ്ങിപ്പോകും. ഓവർ നിന്ന മനുഷ്യന്റെ ബുദ്ധി നീങ്ങിപ്പോകും. അതുപോലെ തന്നെ തന്റെ റബ്ബിനിക്ക് ഇബാദത്ത് എടുക്കലിനെ തൊട്ടിട്ട് അവന്റെ ശരീരം അവൻ എന്താക്കും? വരക്കും. അതുപോലെ തന്നെ ഉറക്കിനെ വലിച്ചു വരുത്തും. ഖുർആൻ ഓതാൻ പറ്റൂല, ദിക്ർ ചെല്ലാൻ പറ്റൂല, എപ്പോഴും ഉറക്ക് വന്നുകൊണ്ടിരിക്കും. വയത് കേൾക്കാൻ പറ്റൂല, ഉറക്ക് വന്നുകൊണ്ടിരിക്കും. എന്താ കാരണം? കൂടുതൽ ഭക്ഷണം കഴിച്ചു. അവർ കൂടുതൽ ഭക്ഷണം കഴിച്ച മനുഷ്യർക്ക് അവന്റെ ഇച്ഛക്കനുസരിച്ചുള്ള ഒരു പ്രവർത്തനം അവനിക്ക് വരാനുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു, ഇദാ ഹാറ അംറക ഫീ മഅനയനി, ഇദാ ഹാറ അംറക ഫീ മഅനയനി, ഒരു കാര്യം നിന്റെ ഒരു കാര്യത്തിൽ നീ രണ്ട് അർത്ഥത്തിൽ നീ സംശയിച്ചാൽ, അത് ചെയ്യണോ ചെയ്യണ്ടേ എന്ന് സംശയിച്ചാൽ, മഹാന്മാരായ ഉലമാക്കൾ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. വലം തദ്രി ഹൈസുൽ ഖതാ വസ്സവാബ്, വലം തദ്രി നീ അറിയുകയില്ല ഹൈസുൽ ഖതാ വസ്സവാബ്, ഏതാണ് നല്ലത് ഏതാണ് മോശമായത് എന്ന് നിനക്ക് അറിയില്ലെങ്കിൽ ഫഖാലിബ് ഹവാക ഫഇന്നൽ ഹവാ യഖൂദുൻ നുഫൂസ ഇലാ മാ യുആബ്. ഫഖാലിബ് ഹവാക, അങ്ങനെ നിനക്ക് ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു വിഷയമാവട്ടെ, ഒരിക്കലും പറഞ്ഞ അങ്ങോട്ട് വണ്ടിയിൽ അങ്ങോട്ട് പോണ കാര്യമാവട്ടെ, ഏതെങ്കിലും മക്കൾക്ക് പോണ കാര്യമാവട്ടെ, അല്ലെങ്കിൽ വല്ല പള്ളിയിലേക്ക് പോകുന്ന കാര്യമാവട്ടെ, നിനക്ക് തോന്നും ഒരു ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യന് ഇവരുണ്ട്, ഭക്ഷണം കഴിക്കാത്ത ഒരു യോഗിയും ഇവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക, നമുക്ക് എങ്ങനെ പോകേണ്ടത്? നടന്നു പോയാലോ, രണ്ട് വൈദ്യും നടന്നു പോയാലോ അങ്ങോട്ടെത്തും, ഒന്ന് വണ്ടിയിൽ പോയാലോ അങ്ങോട്ട് നിൽക്കും. ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന മനുഷ്യൻ എന്താ പറയാ? നമുക്ക് വണ്ടിയിൽ പോവാം. ഭക്ഷണം കഴിക്കാതെ യോഗിയാ മനുഷ്യൻ എന്ത് പറയും? സൂഫിയാ മനുഷ്യൻ എന്ത് പറയും? നടന്നു പോകാം. നടന്നു പോയാൽ എനിക്ക് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ ഒരുങ്ങും. അതാണ് അവർ നിനക്ക് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരെ എന്ത് ചെയ്യാം, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നിനക്ക് ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ശരീരം ഏതൊന്നിനെയാണോ തോന്നിപ്പിക്കുന്നത്, ഏതൊന്നാണ് നിനക്ക് സുഖമായിട്ട് തോന്നുന്നത്, അതിനോട് നീ എതിരാകുക, അതിനെ ചെയ്യരുത്. നിശ്ചയമായിട്ടും ശരീരം മാണ്ടാത്തിലേക്ക്, നിന്നെ അയവാക്കുന്ന ഒന്നിലേക്ക് നിന്നെ വലിച്ചു കൊണ്ടുപോകുമെന്ന് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തങ്ങൾ നമ്മെ വ്യക്തമാക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ അഭിപ്രായം പറയുമ്പോൾ ജനങ്ങൾക്ക് പാടുകൂടി അഭിപ്രായം പറയുമ്പോൾ പല അഭിപ്രായം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയും? ഇതൊക്കെ മനസ്സിലാക്കും. പല അഭിപ്രായം വരുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ ഭക്ഷണ രീതിയാണ്. കൂടുതൽ ഭൗതികമായി ചിന്തിക്കുന്ന മനുഷ്യനാണെങ്കിൽ അങ്ങനെ പറയും, ഭൗതികമായി ചിന്തിക്കാത്ത മനുഷ്യൻ വളരെ നിസ്സാരമായിട്ട് പറയും. ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് മനുഷ്യന്റെ തഖ്വയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പ്രവർത്തിക്കാനും ഈ ശരീരയിച്ഛയെ ഒതുക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ വിവേകത്തിനെ വളർത്തിയെടുത്ത് അവിവേകത്തിനെ മറികടക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളൊക്കെ റമദാൻ മാസത്തിലിരുന്ന് റമദാൻ മാസം കഴിയുമ്പോഴേക്ക് ഒരുപാട് നോമ്പ് തുറന്ന് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഒരുപാട് തെറ്റ് ചെയ്യുന്നവരാണ്. ഒരുപാട് ദോഷങ്ങളൊക്കെ നമുക്ക് വന്നു ചേർന്നിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ദോഷങ്ങളെ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് മാതൃകകളുണ്ട്. ആ മാതൃകകൾ പിൻപറ്റിക്കൊണ്ടിട്ട് ഇപ്പൊ നമ്മുടെ പള്ളികളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ പുതിയ രൂപങ്ങളും ഭാവങ്ങളൊക്കെ ഒരു പക്ഷേ നമ്മളെ വളരെ മോശമായ രീതിയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ എടുക്കുന്ന പള്ളിന്റെ കോലങ്ങൾ കണ്ടിരിക്കണോ? ഇപ്പൊ എടുക്കുന്ന പള്ളിന്റെ കോലം പഴയ പള്ളിന്റെ കോലങ്ങളൊക്കെ താഴികക്കുടങ്ങളായിരിക്കും. ഉപ്പത്തു സഹ്റാനെ പോലെ താഴികക്കുടങ്ങളായിരിക്കും അതിന്റെ ചിഹ്നങ്ങളൊക്കെ ഉണ്ടാകുക. എന്നാൽ ഇപ്പോഴത്തെ പള്ളിന്റെ പോലെ എങ്ങനെ? ക്രിസ്ത്യൻ ചർച്ചിന്റെ പോലെ ഈ ഒരു കൂർത്ത കോലാണ്ടാകുക, മഹ്റൂത്യമായ ഒരു കൂർത്ത കോലം. ഈ കൂർത്ത കോലം വന്ന് എടുക്കുന്ന പള്ളികൾ മുഴുവൻ ഈ ക്രിസ്ത്യൻ ചർച്ചിനോട് സാമാന്യമുള്ള ഒരു രൂപത്തിൽ എടുക്കപ്പെടുമ്പോൾ, ഇവിടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മളെങ്ങാനും നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിലേക്ക് പോയാൽ അത് തിരിച്ചറിയാൻ പറ്റാതായി ഓരോ പുതിയ കോലങ്ങളൊക്കെ കടന്നു വരാണ്. നമ്മുടെ പള്ളിയിലേക്ക്, നമ്മുടെ സംസ്കാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ പള്ളികൾ പോലും ദീനിക്ക് അതിന്റെ സത്തായ രൂപം കാണിച്ചു കൊടുക്കേണ്ട പള്ളികളിൽ പോലും അതിന്റെ ഘടന തെറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എവിടെ എത്തിപ്പോയി നമ്മളൊക്കെ? ഇത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, ആരാണ് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എ.കെ. അബൂബക്കർ മുസ്ലിയാർ, കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, എ.കെ. സദഖത്തുൽ ഉസ്താദ് തുടങ്ങിയ അതുപോലെ തന്നെ ഷെയ്ഖ് ഹസൻ ഹവറത്ത് മഹാനവറുകൾ മഹാനവറുകളായ ഇത്രയും വലിയ പണ്ഡിതന്മാരുടെ ഉസ്താദ്
ഉസ്താദായ ഉസ്താദുൽ അസാതിദായ ശൈഖുൽ മശായിഖായ ശംസുൽ ഉലമാഇ വദ്ദീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആ കാലഘട്ടത്തിൽ ഹജ്ജിന് പോയപ്പോൾ മക്കത്തും മദീനത്തും ചെന്നുകൊണ്ട് ഹജ്ജിന് പോയപ്പോൾ അവിടുത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഒരൊറ്റ ജമാഅത്തിനും പങ്കെടുത്തിട്ടില്ല. എന്താ കാരണം? ഒരൊറ്റ ജമാഅത്തിനും ഇമാമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഭൗമമായിട്ട് നിസ്കരിക്കാൻ മഹാനാളുകൾ തയ്യാറായില്ല. എന്താ കാരണം? അവിടെ നിന്ന് പരിഷ്കാരങ്ങളും പുതിയ കാട്ടിക്കൂട്ടലുകളും കണ്ടപ്പോൾ മഹാനവർ മാറി നിന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയതിന്റെ ശേഷം ഒറ്റക്കായിട്ട് തന്റെ ഹാദിനീങ്ങളോട് കൂടെ നിസ്കരിക്കുന്ന മഹാനവറുകൾ, ആ മഹാനവറുടെ ഈ പുതിയ ശൈലി കണ്ടപ്പോൾ അവിടുത്തെ പോലീസുകാർക്ക് പോലും സംശയം കുടുങ്ങി. പോലീസുകാർക്ക് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. മൂപ്പരങ്ങട്ടാ പോണത് എന്താ, ചെയ്യുന്നത് എന്താ, പദ്ധതി എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കാൻ തുടങ്ങി. അവസാനമായപ്പോൾ ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഇശാൻസ്കാരം കഴിഞ്ഞുകൊണ്ട് വട്ടത്തിലിരുന്നു കൊണ്ട് ഹദ്ദാദ് ചെല്ലുന്ന സംഗതിയെല്ലാം പോലീസുകാരും കാണാൻ തുടങ്ങി. എന്തോ ഒരു പ്രത്യേക നിക്കലുകൾ ചെല്ലുന്നു. അവസാനമായിട്ട് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പോലീസുകാർക്ക് പോലും ഭയമാറ്റി വന്നു. അവർ അവസാനമായിട്ട് ബഹുമാനപ്പെട്ടവരുടെ ഈ ദുആയിൽ പങ്കെടുത്തുകൊണ്ട് ആമീൻ പറയാൻ തുടങ്ങി. അങ്ങനെ മക്കത്തും മദീനത്തും ഒരു വലിയ പണ്ഡിതർ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ കുറച്ച് ആളുകൾ വേറിട്ട ശൈലിയിൽ നടക്കുന്നുണ്ട് എന്ന വിവരം കേരളത്തിലുള്ള വഹാബികൾക്ക് എത്തിയപ്പോൾ ഇവർക്ക് ചില വഹാബികൾ കത്തെഴുതി ആർക്ക്? സൗദിയുടെ ഗവർണർക്ക് കത്തെഴുതി. എന്തിനു വേണ്ടിയിട്ട്? മഹാനായ ഖുത്ബി ഒരു പുത്തനാഥ ആശയക്കാരനാണ് എന്നും അദ്ദേഹം വിദേഹത്തിന്റെ കക്ഷിയാണെന്നും അദ്ദേഹത്തെ കുറിച്ച് ജയിലടക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കത്തെഴുതി അങ്ങോട്ട് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് എഴുതി അയച്ചു. ബഹുമാനപ്പെട്ടവർ അതാ മക്കത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഒതു എടുക്കാൻ വേണ്ടി ഒരു പടിയിൽ ഇരുന്നു കൊണ്ട് ഒതു എടുക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ചെറിയൊരു പിണ്ടി എന്നൊരു സാധനം, വാല് വളഞ്ഞ വാലുള്ളൊരു സാധനം, ആ സാധനത്തിൽ വെള്ളം നിറച്ചുകൊണ്ട് മറ്റൊരാൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒതു എടുക്കുന്ന ശൈലിയാണ് ബഹുമാനപ്പെട്ടവർക്കുള്ളത്. ആ ഒതു എടുക്കുമ്പോൾ ഒരു വഴിയിലിരിക്കും, ഒരു പലകയിലിരിക്കും, ഇരുന്നിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒതുക്കുക ചെയ്യുക. ആ കോലത്തിൽ നിന്ന് പോയി അതേ മൂപ്പർ സ്വീകരിക്കുള്ളൂ. ഇന്നത്തെ ആ കോലം പോയി ഇതെങ്ങനെ നിങ്ങളുടെ ഒതുക്കുക. ഇന്ന് കാല് കഴുകണമെങ്കിൽ അടിയിൽ വേറെ ഷവറാണ്. ആ കാല് കഴുകുന്നതിന് നമുക്ക് വരാൻ പോകുന്ന കുറവുകൾ എന്താണ്? പയ ഹൗലൊക്കെ നഷ്ടപ്പെട്ട് ഇരുന്ന് കൊണ്ട് ഒതുവെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രതിഫലം, ആ ഒരു അലങ്കാര രൂപം നിന്നുകൊണ്ട് ഒതുവെടുത്താൽ കിട്ടുകയില്ല. എരി പോട്ടെ, കൈ കഴുകാൻ വേറെ ഷവറാണ്, വേറെ പൈപ്പാണ്, തലയിലേക്ക് വെള്ളം വരാൻ വേറെ പൈപ്പ് വരുന്ന കാലം പ്രതീക്ഷിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഒതുവെടുക്കുന്ന സമയത്താണ് കത്തുമായിട്ട് വരുന്ന ശിവായി വരുന്നത്, പോസ്റ്റ്മാൻ വരുന്നത്. അദ്ദേഹം ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർക്ക് ഒരു കത്തുണ്ടാക്കിങ്ങനെ കാണിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ഗൗരവത്തോടെ ശിവായിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അക്കത്തിങ്ങോട്ടെടുക്കല, അക്കത്തിങ്ങോട്ടെടുക്ക്, മറ്റേ കത്തുങ്ങോട്ടെടുക്ക്. ശിവായി അറിയാതെ കൊടുത്തുപോയി. തന്റെ ഹാദിമിന്റെ അടുത്തേക്ക് കത്ത് കൊടുത്തുകൊണ്ട് വായിക്കാൻ പറഞ്ഞു. അട്ടെ എഴുതി വായിച്ചു നോക്കുന്ന എന്താ സംഗതി? ബഹുമാനപ്പെട്ട ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ ഇദ്ദേഹത്തിന്റെ കക്ഷിയാണ്, കേരളത്തിൽ നിന്ന് പോകണം അങ്ങോട്ട്, അദ്ദേഹത്തിന് വേഗം ജയിലിലടക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആ കത്ത് ബഹുമാനപ്പെട്ടവർ കീഴിക്കളഞ്ഞു. ഇത് നോക്കിക്കാണാൻ മാത്രം കഴിവുള്ള മഹാൻ ബഹുമാനപ്പെട്ടവർ വാലി എന്നൊരു 2 മാസം ഒരു പള്ളിയിൽ ദർശനം നടത്തിയിട്ടുണ്ട് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുന്നു, ബഹുമാനപ്പെട്ടവരെങ്ങാനും ഒരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ആ വഴിയിലുള്ള കാലികളുണ്ടല്ലോ, കാലികള് പശുക്കളും മൃഗങ്ങളും ഒക്കെ വഴിമാറി കൊടുക്കും ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സത്ത നിലനിർത്താൻ വേണ്ടി ജീവിച്ച മഹാനായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങാനൊന്നും അർമ്മയ്ക്കാത്ത വല്ല ബോട്ടുകൾ എവിടെയെങ്കിലും ഒഴിച്ചുകൊണ്ടെങ്കിലും മാറ്റുമെന്ന് നമ്മളെ കുത്തിപ്പാർപ്പിക്കും. ഇതല്ലേ നമ്മുടെ അവസ്ഥ? ഇത്ര മോശമായിരിക്കുകയാണ് നമ്മുടെ ജീവിതം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.